ഹലോ ഗായ്സ്, നിങ്ങൾക്ക് എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഞാനിന്ന് പറയാൻ വേണ്ടി പോകുന്നത് കുറച്ച് സിനിമകളെ കുറിച്ചാണ്. ഒരു വട്ടമെങ്കിലും കണ്ടിരിക്കേണ്ട നല്ല കുറച്ച് സിനിമകളെ കുറിച്ചാണ് ഞാനിന്ന് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഏതാണ് ആ സിനിമകൾ എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഞാൻ പറയാൻ പോകുന്ന സിനിമ എന്ന് പറയുന്നത് ചിന്ന ചിന്ന ആസ എന്ന് പറയുന്ന സിനിമയാണ്. ഇത് നമ്മുടെ ഇന്ദ്രൻസ്, അതേപോലെ മാധു, പിന്നെ സൈഡ് റോളിലെ അപർണ ബാലമുരളി, വിഷ്ണു അഗസ്ത്യ അവരൊക്കെ അഭിനയിച്ചിട്ടുള്ള നല്ലൊരു അടിപൊളി സിനിമയാണ്. പോരാത്തിന് ഗോവിന്ദ് വസന്തിന്റെ അടിപൊളി ബാക്ക്ഗ്രൗണ്ട് സ്കോറും സോങ്ങും എല്ലാം ഉണ്ട്. നമ്മൾ ഈ സിനിമയെ ഇരുത്തുന്ന ഒരു സൈലന്റ് ആയിട്ടുള്ള നല്ല, എന്താ പറയുക, ഒരുപാട് ബഹളമൊന്നുമില്ലാതെ വളരെ നല്ല രീതിയിൽ എടുത്തിട്ടുള്ള ഒരു അടിപൊളി ഒരു സിനിമയാണ്. അതിൻ്റെ ഒരു കഥ തുടർന്ന് വാരണാസിയിലാണ് ഇതിൻ്റെ ഒരു കഥ നടക്കുന്നത്. അതായത് വാരണാസി കാണാൻ വരുന്ന ലീല എന്ന് പറയുന്ന ക്യാരക്ടർ അവിടെ നിന്നും അവരുടെ കൂടെ വന്ന ആൾക്കാരിൽ നിന്നും മിസ്സായി പോകുന്നു. അവിടുന്ന് നമ്മുടെ ഇന്ദ്രൻസിന്റെ ക്യാരക്ടറായിട്ടുള്ള മാഷിനെ പരിചയപ്പെടുന്നു. അവർ തമ്മിൽ ഉണ്ടാകുന്ന ആ ഒരു സൗഹൃദം പിന്നീട് ഒരു പ്രണയത്തിലോട്ട് പോകുന്നു. പിന്നെ ലാസ്റ്റ് ക്ലൈമാക്സ് ആണ് നമ്മളെ ഭയങ്കരമായിട്ട് വിഷമിപ്പിക്കുന്നത്. ആ ഒരു സീനൊക്കെ ശരിക്കും നമ്മൾ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗോവിന്ദ് വാസിന്റെ ആ ഒരു മ്യൂസിക് കൂടി കിട്ടിക്കഴിഞ്ഞാൽ, ഞാൻ എന്തായാലും ആ സിനിമ കണ്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്ത് പോയി. ലാസ്റ്റ് ക്ലൈമാക്സിൽ അറിയാതെ എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു പോയിട്ടുള്ള അടിപൊളി സീനുകളുണ്ട്. നമ്മൾ വിചാരിക്കാത്തൊരു ട്വിസ്റ്റാണ് ക്ലൈമാക്സിൽ തന്നത്. അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട്, എന്താ പറയുക, പ്രായം എന്നുള്ളത് ഒരു വിഷയമല്ല. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഒരു സൗഹൃദം വരാം, അല്ലെങ്കിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് വരാം, അതിലൂടെ ഒരു പ്രണയം വരാം. എന്തായാലും അതെല്ലാം നല്ല രീതിയിൽ എടുത്തിട്ടുള്ള ഒരു ഗുഡ് മൂവിയാണ് ചിന്ന ചിന്ന ആസ എന്ന് പറയുന്ന ഈ ഒരു സിനിമ. കാണാത്തവരുണ്ടെങ്കിൽ ഒരു വട്ടമെങ്കിലും നിങ്ങൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ് കേട്ടോ. അടുത്തതായിട്ട് പറയാൻ പോകുന്നത് അനോമി എന്ന് പറയുന്ന ഒരു ക്രൈം ത്രില്ലർ ആയിട്ടുള്ള ഒരു മൂവിയാണ്. ഇതിൽ ഭാവന റഹ്മാനൊക്കെയാണ് മുഖ്യ കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. ഇതിലും ഈ പറയുന്ന നമ്മുടെ വിഷ്ണു അഗസ്ത്യൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു കഥ എന്ന് പറയുന്നത് ഈ മാനസികമായിട്ട് തളർന്നിരിക്കുന്ന ആൾക്കാരെ കൊല്ലുന്ന ഒരു കൊലയാളിയാണ്. അതിലെ നമ്മുടെ ഭാവനയുടെ അനിയനെയും കൊല്ലുന്നുണ്ട്. അങ്ങനെയാണ് ഈ ഒരു കേസിനെ കുറിച്ച് അന്വേഷിക്കുന്നത്. അതുപോലെ പോലീസ് ഓഫീസറായിട്ട് റഹ്മാനുണ്ട്. റഹ്മാനും ഈ ഒരു അന്വേഷണത്തിന് പിന്നാലെ പോകുന്നുണ്ട്. പക്ഷേ ഒന്നും ഫസ്റ്റ് ടൈം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. പിന്നീട് ഇതിലൊരു എന്താ പറയുക, ഒരു പാറ്റേൺ ഉണ്ടെന്ന് കണ്ടുപിടിക്കുകയും ആ കൊലയാളിയിലോട്ട് എത്തുകയും ഭയങ്കരമായിട്ടുള്ള രസകരമായിട്ടുള്ള ഒരു സ്റ്റോറിയൊക്കെ നമുക്ക് കണ്ടെടുക്കാൻ പറ്റുന്ന ഒരു ക്രൈം ത്രില്ലർ ആയിട്ടുള്ള ഒരു വെറൈറ്റി ഒരു സാധനമാണ് അനോമി എന്ന് പറയുന്ന ഈ ഒരു സിനിമ. അതുപോലെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ് ബാലൻ ഈ പറയുന്ന പോലെ തന്നെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സിനിമയാണ്. ഇതിൽ സുശീൽ ശ്യാമിന്റെ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഈ സിനിമ എടുത്തുന്നുണ്ട്. പിന്നെ ബാലൻ എന്ന് പറയുന്ന ആ ഒരു കൊച്ചിന്റെ ആ ഒരു അഭിനയം, പിന്നെ അതുപോലെ അമ്മയായിട്ട് അഭിനയിച്ചിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ഫർസാന എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്. അവരും നല്ല രസകരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സിനിമയും ഇതിലും ടൊവിനോ ഉണ്ട്. ഈ ഒരു സിനിമയും ഒരുപാട് എനിക്ക് പറയാൻ പറ്റുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതും നമ്മൾ ഒരു വ്യത്യസ്തമായിട്ട് എടുത്തുന്ന ഒരു അസാധ്യമായിട്ടുള്ള ഒരു സിനിമയാണ് ബാലൻ എന്ന് പറയുന്ന ഒരു സിനിമ. ഇത് ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും. കാണാത്തവരുണ്ടെങ്കിൽ ഒരു വട്ടമെങ്കിലും നിങ്ങൾ ഷുവറായിട്ട് കാണേണ്ട മൂവീസാണ് ഈ പറയുന്ന ഇത്രയും മൂവീസുകളൊക്കെ. ഇനിയും ഞാനൊരു മൂവി പറയുന്നുണ്ട്. അതിനു മുന്നേ ഈ സിനിമയെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് റോളാണ് നമ്മുടെ ടൊവിനോക്ക് കൊടുത്തിട്ടുള്ളതെങ്കിലും ക്ലൈമാക്സിലോട്ട് വരുമ്പോൾ ഉള്ള ഒരു എന്താ പറയുക, അത് നല്ല രസമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ലാലിൻ്റെ മോൻ, നമ്മുടെ ജീൻ പോള്, പിന്നെ ആ കൊച്ചു പയ്യൻ, പിന്നെ അതിൻ്റെ വലിയ ക്യാരക്ടർ ചെയ്തിട്ടുള്ള പയ്യന്മാരെല്ലാവരും നല്ല രസകരമായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ സിനിമയെ ഇരുത്തുന്നത് നമ്മുടെ സുശീൽ ശ്യാമിൻ്റെ മ്യൂസിക് തന്നെയാണ് എന്ന് പറയേണ്ടി വരും. രസകരമായിട്ട് കൊണ്ടുപോയിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പോൾ ഈ ഒരു സിനിമ കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ഷുവറായിട്ടും മസ്റ്റ് വാച്ചിങ് മൂവിയാണ്. അതുപോലെയുള്ള വേറൊരു സിനിമയാണ് ഉയർ എന്ന് പറയുന്ന ഒരു സിനിമ. ഇത് നമ്മുടെ റോഷൻ മാത്യു, അതേപോലെ ബൈജു, സന്തോഷ് ഇവരൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു രസകരമായിട്ടുള്ള ഒരു ക്രൈം ത്രില്ലർ മൂവി തന്നെയാണ്. അതായത് നമ്മുടെ റോഷൻ മാത്യു ഒരു ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നു, പോലീസ് ഓഫീസറായിട്ട് കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ ബൈജു. അപ്പോൾ അവരുടെ സ്റ്റേഷൻ അതിർത്തിയിൽ ഒരു കൊലപാതകം നടക്കുന്നു. അപ്പോൾ ആ കൊലപാതകം ചെയ്ത ആളെ കണ്ടുപിടിക്കുന്നുണ്ട്. പക്ഷെ അയാളെല്ലാന്ന് മനസ്സിലായിട്ട് വീണ്ടും ഒരു ടെസ്റ്റ് വരുന്നുണ്ട്. അങ്ങനെ 2-3 ടെസ്റ്റിൻ്റെ ഇടയിലൂടെ കൊണ്ടുപോകുന്ന ഒരു രസകരമായിട്ടുള്ള ഒരു ക്രൈം ത്രില്ലർ ഒരു മൂവിയാണ്. നമുക്ക് 3-4 സസ്പെൻസ് പോലത്തെ സാധനങ്ങളൊക്കെ തരുന്നുണ്ട്. ആദ്യം നമ്മൾ വിചാരിക്കുക ഓക്കെ, ആ കേസ് അന്വേഷണം കഴിഞ്ഞു, ഓക്കെ സെറ്റായി വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഒരു കേസിന് മുന്നോടിയായിട്ട് വേറൊരു ആൾക്കാർ വരുന്നു. അവരുടെ പിന്നാലെ വീണ്ടും ആ കേസ് അന്വേഷിക്കാൻ പോകുന്നു. പിന്നെ ഇതിൽ ഒരു ഇമോഷൻ ഫീൽ വരുന്നു പറഞ്ഞാൽ ഇത് റിയലി ഉണ്ടായിട്ടുള്ള ഒരു
ക്രൈം മൂവി തന്നെയാണ്, അതായത് ഉണ്ടായിട്ടുള്ള ഒരു ക്രൈം തന്നെയാണ് അതൊരു മൂവി ആയിട്ട് എടുത്തേക്കുന്നത്. ഈ സിനിമയിൽ ലാസ്റ്റിൽ 2 പിള്ളേരെ കാണിക്കുന്നുണ്ട്. ലാസ്റ്റിൽ ഈ സിനിമയിൽ ഒരു നീളം 2 പിള്ളേരെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അവരെ രക്ഷിക്കാൻ പോകുന്ന സീനുകളൊക്കെ ഇതിൽ രസകരമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒറിജിനലി നടന്നിട്ടുള്ള ഒരു ട്രൂ സ്റ്റോറി ആണെന്നുള്ള രീതിയിലാണ് ഈ ഒരു സിനിമ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഇത്രയും സിനിമയാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത്. അതായത് ഒന്ന് നമ്മുടെ ചിന്ന ചിന്ന ആസை എന്ന് പറയുന്ന സിനിമ, അനോമി എന്ന് പറയുന്ന സിനിമ, അതുപോലെ ബാലൻ എന്ന് പറയുന്ന സിനിമ, ലാസ്റ്റ് ഉയർ എന്ന് പറയുന്ന സിനിമ. ഇതൊക്കെ ഒരു വട്ടമെങ്കിലും കണ്ടിരിക്കേണ്ട നല്ല രസകരമായിട്ടുള്ളൊരു സിനിമയാണ്. ഒരിക്കലും നിങ്ങളുടെ ഒരു ടൈം വേസ്റ്റായി പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എനിക്ക് ഈ സിനിമകളൊക്കെ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിൽ ഏറ്റവും ഞാൻ സാഡായിട്ട് ഫീൽ ചെയ്തിട്ടുള്ള ഒരു സിനിമ എന്ന് പറയുന്നത് ഇപ്പോഴും പറയുന്നുണ്ട്, ചിന്ന ചിന്ന ആസை എന്ന് പറയുന്ന ഒരു സിനിമയാണ്. അത് ഒരു സൈലന്റ് മൂവിയാണ്. പക്ഷേ എല്ലാവരും അഭിനയം, നമ്മുടെ ഗോവിന്ദ് ബത്സിന്റെ ആ ഒരു മ്യൂസിക്കും കാര്യങ്ങളൊക്കെ നമ്മൾ ശരിക്കും ഒരു ഒരു ഇമോഷണൽ ഫീലിലോട്ട് കൊണ്ടുപോകുന്ന നല്ല രസകരമായിട്ടുള്ളൊരു സിനിമയാണ്. അത് ഞാൻ വീണ്ടും പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ സിനിമ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ സിനിമ, അല്ലെങ്കിൽ നിങ്ങൾ എത്ര ആൾക്കാർ ഈ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ട് എന്നുള്ളതെങ്കിൽ നിങ്ങൾ എനിക്ക് കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾക്ക് വേസ്റ്റ് ആവാത്ത, അതായത് സമയം വേസ്റ്റ് ആവാത്ത കുറച്ച് സിനിമകളാണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ല നല്ല സിനിമകളുമായിട്ട്, സിനിമയുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ഓക്കെ, ബൈ.